ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദോഹ് എന്നുള്ള ജർമ്മൻ വാക്ക് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ദോഹ് എന്നുള്ള വാക്കിന് പല രീതിയിലുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് പക്ഷേ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഒരു വാചകം വേറൊരു വാചകമായിട്ട് കണക്റ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെ പല രീതിയിൽ ദോഹ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത് ഉദാഹരണത്തോടു കൂടി ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം. ആദ്യമായിട്ട് ദോഹ് എന്നുള്ള വാക്ക് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കൂടെ വരാൻ ഒട്ടും താല്പര്യമില്ല അല്ലേ എന്ന് ചോദിക്കണം. ദു ഹാസ്റ്റ് കൈൻ ലൂസ്റ്റ് മിറ്റ് സുക്കോമൻ. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് വരാൻ താല്പര്യമുണ്ട്. ദോഹ് ഈസ് കൊമെ ഗേർനെ മിറ്റ്. ഒരാൾ നിങ്ങളോട് പറയാണ്, നിനക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ ഇത് മാനേജ് ചെയ്യില്ല. ദു കാൻസ് ദസ് നിഷ് ഷാഫൻ. ദു കാൻസ് ദസ് നിഷ് ഷാഫൻ. അപ്പോൾ നമ്മൾ ഉത്തരമായിട്ട് പറയുന്നത്, പിന്നെ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും. ദോഹ് ഇഷ് വേർഡ് ദസ് ഷാഫൻ. ദോഹ് ഇഷ് വേർഡ് ദസ് ഷാഫൻ. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. അതുപോലെ ഒരാൾ നിങ്ങളോട് പറയാണ്, നിനക്ക് സഹോദരങ്ങളൊന്നും ഇല്ല അല്ലേ. ദു ഹാസ്റ്റ് കൈൻ ഗഷ്വിസ്റ്റർ. ദു ഹാസ്റ്റ് കൈൻ ഗഷ്വിസ്റ്റർ. നിനക്ക് സഹോദരങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ഉത്തരമായിട്ട് നമ്മൾ പറയുന്നു, തീർച്ചയായിട്ടും എനിക്ക് ഒരു സഹോദരനുണ്ട്. ദോഹ് ഇഷ് ഹാബെ ഐൻ ബ്രൂഡർ. അടുത്തതായിട്ട് ദോഹ് എന്ന് പറയുന്നത് എന്നിരുന്നാലും, അല്ലെങ്കിൽ പക്ഷേ, അല്ലെങ്കിൽ എന്നാലും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതുപോലെ രണ്ട് സെൻറ്റൻസിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കണക്റ്റ് ചെയ്ത് പറയാനായിട്ട് നമ്മൾ ദോഹ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അവൾ ആ പുസ്തകം വായിച്ചു, പക്ഷെ അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സി ഹാറ്റ് ദസ് ബുക്ക് ഗെലേസൻ, ദോഹ് എസ് ഹാറ്റ് ഇയർ നിസ്റ്റ് ഗഫാലൻ. അവൾ വളരെ ചെറുപ്പമാണ്, എന്നാലും അവളുടെ പ്രായത്തിന് കൂടുതൽ പക്വത അവൾക്കുണ്ട്. സി ഈസ്റ്റ് zwar jung, doch sie ist reif für ihr Alter. അവൻ അധികം പഠിച്ചില്ല, എന്നാൽ പോലും അവൻ പരീക്ഷ പാസ്സായി. hat zwar nicht viel gelernt, doch hat die Prüfung bestanden. ഞാൻ സിനിമ കാണാൻ പോവാൻ പ്ലാൻ ഇട്ടതായിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. Ich wollte ins Kino gehen, doch ich hatte keine Zeit. ചില കാര്യങ്ങൾ അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടി ദോഹ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ആണ് നമ്മുടെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ പറയുന്നതിന് ഓ അങ്ങനെയാണല്ലേ, അങ്ങനെ, അല്ലെങ്കിൽ അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയാനായിട്ട് ദോഹ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഞാനതങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല. ദസ് ഹേറ്റ് ഇഷ് ദോഹ് നിഷ് ഗെഡാcht. അത് അവിശ്വസനീയമാണല്ലോ, അത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ, അൺബിലീവബിൾ ആണല്ലോ. ദസ് ഈസ് ദോഹ് ഉൺഗ്ലൗബ്ലിഷ്. അത് നീ ശരിക്കും ചെയ്തതാണല്ലേ, അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു. ദസ് ഹാസ്റ്റ് ദു ദോഹ് tatsächlich gemacht. അത് നീ ശരിക്കും ചെയ്തതാണ് അല്ലേ, ആ ഒരു അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു. പിന്നെ ഓ നീ വന്നല്ലോ, നീ വരും എന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ നീ വന്നൂലോ എന്ന് പറയാനായിട്ട് ദു ഹാസ് യാ ദോഹ് ഗെkommen, അല്ലെങ്കിൽ അവൻ അത് ശരിക്കും ചെയ്തല്ലോ. hat das doch tatsächlich gemacht. അവനത് ശരിക്കും ചെയ്തല്ലോ. അതും ഒരു അത്ഭുതത്തോടു കൂടിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ദോഹ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് ആവശ്യപ്പെടുന്നത്, നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ, നീ ഒന്ന് ശ്രദ്ധിക്കാവോ, അല്ലെങ്കിൽ നീ ഒന്ന് വരാവോ, അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ദോഹ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാവോ അങ്ങനെ ചോദിക്കുന്നത്, സൈ ദോഹ് റൂയിഷ്. ഒന്നും മിണ്ടാതിരിക്കാവോ, അങ്ങനെ നമ്മൾ ചിലപ്പോൾ ആവശ്യപ്പെടില്ല, ഇപ്പം കേട്ടോ, ഒന്നും മിണ്ടാതിരിക്കാവോ. അപ്പോൾ ദോഹ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുക. നീ ഒന്ന് കൂടെ വരാവോ, കോം ദോഹ് മിറ്റ്. നീ ഒന്ന് വരാവോ എങ്ങനെ ചോദിക്കാനായിട്ട് കോം ദോഹ് മാൽ മിറ്റ്. നീ ഒന്ന് വായോ, നീ ഒന്ന് കൂടെ വായോ, നീ ഒന്ന് കേൾക്കാമോ, ശ്രദ്ധിക്കാവോ. ഹ്യോർ ദോഹ് സു. നീ ഒന്ന് ശ്രദ്ധിക്ക്, അല്ലെങ്കിൽ ഒന്ന് കേൾക്ക്, അങ്ങനെ പറയാനുണ്ട്. ഹ്യോർ ദോഹ് സു. അല്ലെങ്കിൽ ഒന്ന് നിർത്താവോ, ഹ്യോർ ദോഹ് ഔഫ്. ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇത്തിരി കൺഫേം ചെയ്ത്, അത് ഉറപ്പിച്ച് പറയുന്നതാണ്. ദോഹ് വെച്ച് ഒരിത്തിരി ശക്തിയോടുകൂടി പറയുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ നീ പോകാനായിട്ട്.
Ich habe doch nicht gesagt, dass du gehen sollst. നീ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം അല്ലല്ലോ കാര്യങ്ങൾ. Es ist doch nicht einfach, wie du denkst. നീ വിചാരിക്കണ പോലെ അത്ര എളുപ്പം അല്ലല്ലോ കാര്യങ്ങൾ. അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കൺഫേം ചെയ്ത് പറയണം. നീ എല്ലാ കാര്യങ്ങളും അറിയേണ്ട കാര്യമില്ലല്ലോ. Du musst doch nicht alles wissen. ചില കാര്യങ്ങൾ നമ്മൾ മുമ്പ് നടന്ന കാര്യങ്ങൾ ഒരാളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിമൈൻഡറായിട്ട് നീ അങ്ങനെ പറഞ്ഞതാണല്ലോ, നീ അങ്ങനെ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തതാണല്ലോ, അങ്ങനെയൊക്കെ ഒരു നടന്ന കാര്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ദോഹ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഉദാഹരണത്തിന്, ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ നീ ശ്രദ്ധിക്കണം എന്ന്. Ich habe dir doch gesagt, dass du aufpassen sollst. അവൾ നമ്മളോട് പറഞ്ഞതാണല്ലോ നമ്മളെ സഹായിക്കാമെന്ന്. Sie hat doch gesagt, dass sie uns helfen wird. Thank you.